ഭാവിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആവണം അല്ലെങ്കിൽ ഒരു യൂട്യൂബർ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ആരെങ്കിലൊക്കെ അവരുടെ ജേണി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവരെ മെയിൻ ആയിട്ട് തളർത്തി കളയുന്ന ഒരു സാധനമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളൊരു വാടക വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നത് പോലെ ഒരു 10-20 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലായിരിക്കാം. നമ്മുടെ വീഡിയോയുടെ ഏതൊരു ബാക്ക്ഗ്രൗണ്ട് വീടിന്റെ ഏതൊരു കോർണറിൽ എടുത്തു നോക്കിയാലും നല്ല കനപ്പൻ ശോകം കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലെ CapCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബെറ്റർ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നേരെ നോക്കാം. വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെറ്റർ വാള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വാളിൻ്റെ കളറും നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളറും അല്ലെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ കളറ് നമ്മുടെ ഹെയറിൻ്റെ കളറ് ഒന്നുമായിട്ടും മാച്ച് ചെയ്യാത്ത ഒരു വാള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്രക്കും സിമ്പിളായിട്ടും അല്ലെങ്കിൽ അത്രക്കും പെർഫെക്ഷനോടും കൂടിയും നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു വാള് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ പുറകിൽ നിങ്ങൾ ഗ്രീൻ സ്ക്രീൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുണി കാര്യങ്ങളൊക്കെ മേടിച്ച് നിങ്ങളെ കൊണ്ട് കെട്ടാൻ സാധിക്കുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്താലും മതി. അതിനുശേഷം ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം നേരെ ആ ഒരു വീഡിയോനെ നേരെ നിങ്ങളുടെ CapCutലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോനെ നേരെ എൻ്റെ CapCutലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ എടുത്തു വെച്ചേക്കുന്ന ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് ആദ്യമേ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടാത്തൊരു പോർഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എനിക്കൊരു സ്റ്റുഡിയോയുടെ ഇമേജ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോയുടെ ഇമേജ് ഞാൻ നേരെ ഇവിടുന്ന് ഗൂഗിളിൽ നിന്ന് ആ ഒരു സ്റ്റുഡിയോയുടെ ഇമേജ് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് ആ ഒരു ഇമേജിന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നേരെ പ്ലസ് ബട്ടൺ കൊടുത്തു, ആ ഒരു ഇമേജിനെ സെലക്ട് ചെയ്തു, നേരെ ഗോട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു വീഡിയോനെ ഓവർലേ ആയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു വീഡിയോനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഓവർലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഓവർലേ കൊടുത്തപ്പോൾ ആ ഒരു ഇമേജ് നേരെ ഓവർലേ ആയിട്ട് തൊട്ട് താഴെയായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരെ റൈറ്റിലേക്ക് നിന്നതിനെ നമുക്കിവിടെ കാണാം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഓട്ടോ റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമാണ് നോർമൽ വേർഷൻസിന് അവൈലബിൾ ആയിട്ടുള്ളൂ. കസ്റ്റമൈസ് റിമൂവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു CapCutന്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പം നോർമൽ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ തന്നെ ധാരാളമായിട്ട് മതി. ഇപ്പം ഞാനിവിടെ ഓട്ടോ റിമൂവൽ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ പ്ലസ് ബട്ടൺ കൊടുക്കുക. ഈ ഒരു വീഡിയോനെ നേരെ ഹോൾഡ് ചെയ്ത് പിടിച്ച് എവിടെയാണോ കൊടുക്കേണ്ടത് അവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഇമേജ് എത്രത്തോളം നിങ്ങൾക്ക് വേണോ അവിടെ വരെ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത്രയും ലെങ്ത്ത് മതിയെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേറെ ഇമേജ് വേണമെങ്കിൽ ആ ഒരു ഇമേജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിനുശേഷം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ആ ഒരു ഇമേജും അതുപോലെ തന്നെ സ്റ്റുഡിയോയും രണ്ടായിട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ബാക്കിലേക്ക് വരിക. ഇവിടെ നിങ്ങൾ എഫക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് വീഡിയോ എഫക്റ്റ് കൊടുക്കുക. വീഡിയോ എഫക്റ്റിൽ നിങ്ങൾ ഇവിടുന്ന് ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ലെൻസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബ്ലറ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കും. ഈ ഒരു ബ്ലറ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലറ് ഇത്രയും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ആ ഒരു ബ്ലറ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ബ്ലറ് എത്രത്തോളം വേണോ അതും നമ്മൾ നോർമൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ബ്ലറ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോസിന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്ത് CapCut ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസിനും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാം, നിങ്ങൾ ഇതുപോലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാതെ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ നല്ലൊരു പെയിന്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത
കൊടുത്തതിന് ശേഷം വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും വേസ്റ്റ് ആയി പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാതെ ഇപ്പൊ ഒരു സെക്കൻഡിൽ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ജേണി ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ജേണി എന്താണെങ്കിലും അത് നേരെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.